ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എൻ്റെ എല്ലാ കൂട്ടുകാർക്കും റെയിൻബോ പ്ലാന്റർ എന്ന എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഹായ് ഫ്രണ്ട്സ്, എനിക്ക് കുറച്ച് ജലദോഷമാണ് കേട്ടോ. മൂക്ക് നന്നായിട്ട് അടഞ്ഞിരിപ്പുണ്ട്. അതിൻ്റെ ചെറിയ ബുദ്ധിമുട്ട് കാണും. കൂട്ടുകാരൊന്ന് സഹകരിക്കണേ. കഴിഞ്ഞ വീഡിയോയിലും ആ ബുദ്ധിമുട്ട് എനിക്ക് എൻ്റെ വീഡിയോ കേട്ടപ്പം തന്നെ മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നമുക്ക് ഗ്രൗണ്ട് ഓർക്കിഡിനെ കുറിച്ചാണ് കുറച്ച് കാര്യങ്ങൾ അറിയാം. ഞാൻ കൊടുത്ത പോട്ടിങ്സ്, ഫെർട്ടിലൈസർ എന്തൊക്കെയാണെന്നും ഞാൻ പറയാം. അപ്പോൾ ഇന്ന് ഞാനിത് റിപ്പോർട്ട് ചെയ്യാണ് കേട്ടോ. അപ്പോൾ 2 മദർ പ്ലാന്റാണ്. അത് ഏകദേശം 2 വർഷത്തിന് മുമ്പാണ് റിപ്പോർട്ട് ചെയ്തത്. അതിനുശേഷം ഇതുവരെയ്ക്കും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. വളരെ പെട്ടെന്നാണ് അതിൽ കിഴങ്ങുകൾ ഉണ്ടാകുന്നത്, ബേബി പ്ലാന്റ്സുകൾ ഉണ്ടാകുന്നത്. അപ്പോൾ ഒരു ചട്ടി ഏകദേശം ഒന്ന് പൊട്ടാറായി. ഇനി വെച്ചിരുന്ന ചെടി ഡെഡായി പോകും കേട്ടോ. അപ്പോൾ അതാ നിൽക്കുന്നില്ല ഈ ചെടിയിൽ ഒരുപാട് മൊട്ടുകൾ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിപ്പോൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒടിഞ്ഞു പോകും. അതുകൊണ്ട് ഇപ്പോൾ തൊടുന്നില്ല. അത് പൂവാകുന്നത് വരെ അത് വെയിറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പുറത്തെ സൈഡ് നിൽക്കുന്ന ആ ഒരു മദർ പ്ലാന്റാണ് ഞാനിപ്പോൾ റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. ഇതാണ് നമ്മുടെ ഗ്രൗണ്ട് ഓർക്കിഡിൻ്റെ പല വെറൈറ്റീസ് കേട്ടോ. അപ്പോൾ കൂട്ടുകാരുടെ വീട്ടിൽ ഇതുപോലെ ഏതൊക്കെ കളറിലെ ഗ്രൗണ്ട് ഓർക്കിഡ് ഉണ്ട്, നിങ്ങൾ എന്തൊക്കെ വളങ്ങളാണ് കൊടുക്കുന്നത്, ഏത് ഫെർട്ടിലൈസേഴ്സാണ് കൊടുക്കുന്നത്, പെസ്റ്റിസൈഡ് ഏതാണ് കൊടുക്കുന്നത് എന്നുള്ളത് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. എല്ലാ കൂട്ടുകാർക്കും അത് ഉപകാരമാവും. അപ്പോൾ നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം. നമുക്ക് ഓർക്കിഡ് 2 രീതിയിൽ പ്രൊപ്പഗേറ്റ് ചെയ്യാം. ഒന്നാമത്തെ രീതിയാണ് ഈ സീഡ്സ്. പക്ഷേ ഈ ഒന്നാമത്തെ രീതിയിൽ നിങ്ങൾ സീഡ്സ് വെച്ച് പ്രൊപ്പഗേറ്റ് ചെയ്ത് എടുക്കാമെന്ന് വിചാരിച്ചിരുന്നാൽ ഏകദേശം വർഷങ്ങൾ പിടിക്കുമെന്നാണ് എനിക്ക് പറയാനുള്ളത്. അതെൻ്റെ അനുഭവമാണ്. ഞാനത് സീഡ്സ് വെച്ച് ചെയ്യാമെന്ന് അറിഞ്ഞതിന് 2 വർഷങ്ങൾക്ക് മുമ്പാണ്. ഒരു വീഡിയോ ഇംഗ്ലീഷ് ചാനലിൽ ഒരു വീഡിയോ ഞാൻ കണ്ടായിരുന്നു. അതിലൊരാൾ പറയുന്നുണ്ട്, ഇതിൻ്റെ വിത്തുകൾ, ഉണങ്ങിയ വിത്തുകൾ ഏതെങ്കിലും ചെടിയുടെ ചുവട്ടിലോ തറയിലോ മണ്ണിലോ ഇടയായിരുന്നുണ്ടെങ്കിൽ അത് മുളച്ചു വരും. പക്ഷേ അത് ഏത് സമയം എപ്പോഴാണെന്നൊന്നും നമുക്ക് ഒരു ഉറപ്പ് പറയാൻ പറ്റില്ല കേട്ടോ. അതുകൊണ്ട് നിങ്ങൾ ഈ വിത്തുകളൊന്നും കളയണ്ട. ഏതെങ്കിലും ചെടിയുടെ ചുവട്ടിലൊക്കെ ഇട്ടേക്കുക. അത് എപ്പോഴെങ്കിലും അതിന് ഇഷ്ടമുള്ള സമയം, അത് എപ്പോഴാണ് വളരേണ്ടത് അത് വളർന്നു വന്നോളും. അപ്പോൾ എല്ലാ കൂട്ടുകാരും അതൊന്ന് ശ്രദ്ധിക്കുക. പിന്നെ ഏറ്റവും ഈസി വേ എന്ന് പറയുന്നത് അതിൻ്റെ ബൾബാണ് കേട്ടോ. ഒരു ബൾബ് വയ്ക്കുമ്പോൾ തന്നെ വളരെ പെട്ടെന്ന് അത് സ്പ്രെഡായി അതിൽ ഒരുപാട് പൂക്കളും ഉണ്ടാകും. അതിന് ഞാൻ ചെയ്ത വളങ്ങൾ വീട്ടിലെ വളങ്ങൾ തന്നെയാണ് കേട്ടോ. അത് വേറെ ഒന്നുമല്ല, നമ്മുടെ തേയില ചെടി, മുട്ട, മെയിനായിട്ട് മുട്ടയുടെ തോല് നന്നായിട്ട് ക്രഷ് ചെയ്ത് അതിൻ്റെ ചോറിലിട്ട് കൊടുക്കും. ഉള്ളിത്തോട് കൊണ്ടൊന്ന് ഇട്ട് കൊടുക്കും. ഇതൊക്കെ തന്നെയാണ് കേട്ടോ എൻ്റെ വളം. പ്രത്യേകിച്ച് ഒന്നും ചേർക്കുന്നില്ല. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇതവിടെ കട്ടൻ ചായ ഉണ്ടല്ലോ, അതിൽ മധുരം ഇടാതെ നന്നായിട്ട് ഞാനതിനെ തിളപ്പിച്ചിട്ട് അതിൽ കുറച്ചും കൂടെ വെള്ളം മിക്സ് ചെയ്ത് ഓർക്കിഡിൻ്റെ ചോറിൽ ഒഴിച്ച് കൊടുക്കാറുണ്ട്. നല്ല ഒരു ഫെർട്ടിലൈസറാണ് കേട്ടോ, ലിക്വിഡ് ഫെർട്ടിലൈസർ. ഞാൻ പറഞ്ഞില്ലേ, മൈലാഞ്ചിൻ്റെ ചോട്ടിൽ വളർന്നു വന്ന വിത്തിട്ട് മുളച്ച് വന്നതിൻ്റെ ഓർക്കിഡ് ഇതൊരു അതിശയമായിരുന്നു കേട്ടോ. ഒരു പരീക്ഷണവും അത് വിജയിച്ചു. പക്ഷേ 1.5 വർഷം ആയതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇതിനെ ഞാൻ 2 ചെറിയ പോട്ടിലേക്ക് ഞാൻ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഒരു കാര്യം പറയണേ, ഏതൊരു ചെടി നടുമ്പോഴും ചെടിയുടെ വലുപ്പം അനുസരിച്ചാണ് നമ്മൾ ചട്ടികളുടെയും വലുപ്പം നമ്മൾ എടുക്കാനുള്ളത്. അല്ലെങ്കിൽ വെറുതെ മണ്ണും വളവും വേസ്റ്റാണ് കേട്ടോ. വളരുന്നതനുസരിച്ച് നമുക്ക് പോട്ട് മാറ്റിക്കൊണ്ടേ ഇരിക്കാം. അപ്പോൾ നമുക്ക് ഈ ചെടിയെ ഒന്ന് ഒഴിവാക്കിയിട്ട് മൊട്ടില്ലാത്ത ചെടിയെ എടുക്കാം കേട്ടോ. അപ്പോൾ ഒരു ചെടിയിൽ നിന്ന് നമുക്ക് ഏകദേശം 7 8 ചെടികൾ നമുക്ക് പ്രൊപ്പഗേറ്റ് ചെയ്യാം. ഞാൻ ഇപ്പോൾ 4ലേക്കാണ് മാറ്റിയത്. നല്ല കാറ്റുണ്ടായിരുന്നു കേട്ടോ. ചെടി തനിയെ പറഞ്ഞത് കേട്ടോ. അപ്പോൾ നമ്മളിത് എടുക്കുമ്പോൾ ശ്രദ്ധിക്കാനുള്ളത്, ഇതിലെ പഴയ മണ്ണുകളെല്ലാം റിമൂവ് ചെയ്യണം. കുറച്ച് വേരൊക്കെ അങ്ങ് വെട്ടിക്കളയണം കേട്ടോ. എന്നിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ട് അതിനെ മാറ്റി കുറച്ച് അതിന് വെള്ളം പോയതിന് ശേഷം മാത്രമേ ഇതിൽ നിന്ന് നമ്മൾ ചെടിയെ വേർതിരിച്ചെടുക്കാവൂ. ഞാൻ ഇതിൽ സാഫ് ഉപയോഗിക്കാറില്ല. അത് നിങ്ങൾ എൻ്റെ ഏത് വീഡിയോ എടുത്ത് നോക്കിയിരുന്നാലും മനസ്സിലാവും. അപ്പോൾ നമ്മളിത് എടുക്കുമ്പോൾ നല്ലതുപോലെ പഴയ മണ്ണൊക്കെ മാറ്റിയതിന് ശേഷം മാത്രമേ റിപ്പോർട്ട് ചെയ്യാൻ ഉപയോഗിക്കാവൂ. നല്ല രീതിയിൽ വൃത്തിയാക്കണം കേട്ടോ. അതാണ് 2ാമത്തെ പ്രോസസ്സ്. ചകിരി മെയിനായിട്ട് വേണം. ചകിരിയല്ല, തേങ്ങയുടെ തൊണ്ടെന്ന് പറയും. നിങ്ങളെങ്ങനെ പറയുന്നത് എനിക്കറിയില്ല. പിന്നെ ചകിരിച്ചോറ്, വേപ്പിൻ പിണ്ണാക്ക്, ചാണകപ്പൊടി, പിന്നെ ഇതിൽ മെയിനായിട്ട് നിങ്ങൾ ചേർക്കാനുള്ള മുട്ടയുടെ ഷെല്ല് നന്നായിട്ട് ഉണക്കി ഇതുപോലെ ഫൈനായിട്ട് പൊടിയണം.
ഇതാണ് എൻ്റെ ഓർക്കിഡിന് ഞാൻ മെയിനായിട്ട് കൊടുക്കുന്നത്. എൻ്റെ റോസയ്ക്കായാലും ഓർക്കിഡിനായിരുന്നാലും. പക്ഷേ ഏറ്റവും കൂടുതൽ ഞാൻ ഓർക്കിഡിന് ഇട്ട് കൊടുക്കുന്നത് നമ്മൾ എഗ്ഷെല്ലുണ്ടല്ലോ, വീട്ടിൽ പെട്ടെന്ന് ഓംലേറ്റ് ഉണ്ടാക്കുകയോ മുട്ടക്കറി ഉണ്ടാക്കുകയോ ചെയ്യുമ്പോൾ എടുക്കുന്ന മുട്ടയുടെ ഷെല്ലിന് നമ്മൾ അപ്പോഴേ തന്നെ ഒത്തിരി വെള്ളം എടുക്കുക. വെള്ളം എടുത്തിട്ട് അതോടെ നമ്മൾ നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്തിട്ട് ആ വെള്ളത്തോടെ അതിൽ കൊണ്ടൊന്ന് ഒഴിച്ചെടുത്താൽ മതി. ഒരുപാട് ബഡ്സ് ഉണ്ടാകും. പിന്നെ ഞാനിതിൽ സാഫ് ചേർക്കുന്നില്ല, മഞ്ഞൾപ്പൊടിയാണ് ചേർക്കുന്നത്. എൻ്റെ എല്ലാ ചെടികൾക്കും ഞാൻ മഞ്ഞൾപ്പൊടിയാണ് പോട്ടിംഗ് മിക്സിലും, അല്ലാതെ ആഴ്ചയിലൊരിക്കൽ അല്ലെങ്കിൽ 2 ആഴ്ചയിലൊരിക്കൽ മഞ്ഞൾപ്പൊടിയും ചേർക്കാറുണ്ട്. ഒരു ആൻറ്റി ഫംഗലാണ് കേട്ടോ, അതുകൊണ്ടാണ് അത് ഉപയോഗിക്കുന്നത്. സാഫ് ഉപയോഗിക്കുന്നതിനോട് എനിക്ക് അത്ര വലിയ താല്പര്യമില്ല. അപ്പോൾ അടിയിൽ കുറച്ച് നമ്മൾ ഹോളൊന്ന് അടച്ചതിന് ശേഷം ഇത്തിരി മണ്ണിടണം, പോട്ടിംഗ് മിക്സ് ഇട്ടിട്ട്. ഈ പോട്ടിംഗ് മിക്സിന് ചുറ്റും നന്നായിട്ട് ഉണങ്ങിയ തൊണ്ടെടുക്കുക കേട്ടോ. അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ചീഞ്ഞതോ വെള്ളം കയറി വെള്ളമായിട്ടിരിക്കുന്നതോ ഒരു തൊണ്ടും അതിൽ വെക്കരുത്. നമ്മൾ വെള്ളം ഒഴിക്കുന്നതാണ് ഓക്കെ, സമ്മതിച്ചു. പക്ഷേ തൊണ്ട് നന്നായിട്ട് ടെറസിലോ വീടിൻ്റെ മുറ്റത്തോ നന്നായിട്ട് ഉണക്കിയ തൊണ്ടേ നമ്മളിൽ ഉപയോഗിക്കാവൂ. പച്ചത്തൊണ്ട് ഉപയോഗിക്കരുത്. അതിൻ്റെ ബൾബുകൾ ചീഞ്ഞ് പോകാനുള്ള സാധ്യതയുണ്ട്. ചെടി നമ്മൾ അത്രയും കഷ്ടപ്പെട്ട് വെച്ചിട്ട് അത് നശിച്ചു പോയാൽ അത് നമുക്ക് വിഷമാവില്ലേ. അതുമല്ല, നമ്മൾ റീപോർട്ട് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ വലിയ ലീഫുകൾ പകുതിയിൽ വെച്ച് മുറിച്ച് കളയുക. അപ്പോൾ അത് ചെടി ഒന്ന് റെഡിയായി വരണമെങ്കിൽ കുറഞ്ഞത് 2 ആഴ്ചയെങ്കിലും പിടിക്കും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അതിൻ്റെ ഇലകൾ മുറിക്കണം. അല്ലെങ്കിലും ഞാൻ ഗ്രൗണ്ട് ഓർക്കിഡിന് ഇലകൾ നന്നായിട്ട് വലുപ്പം വയ്ക്കുന്ന ഇലകളൊക്കെ പകുതി വെച്ച് മുറിച്ച് കളയാറുണ്ട്. എങ്കിലേ അതിൻ്റെ എനർജി മുഴുവനും ഇതിൻ്റെ ബൾബിൽ നിന്നും മുട്ടിലേക്ക് കൊടുക്കുകയുള്ളൂ. മുട്ട് ഒരുപാടുണ്ടാവുകയുള്ളൂ കേട്ടോ. നിങ്ങളുണ്ട്, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. എന്നിട്ട് ഇനി 2ാമത്തെ ലെയർ ചകിരി തൊണ്ട് ഞാൻ വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെ തൊണ്ട് അടുക്കിയതിന് ശേഷം അതിന് ചുറ്റും കുറച്ച് മണ്ണിടുന്നുണ്ട്. ഇതിൽ ഞാൻ പറയാൻ വിട്ടുപോയത് ചെങ്കല്ലിൻ്റെ പൊടി ഇതിൽ ചേർക്കണം, അല്ലെങ്കിൽ കല്ല് ചേർക്കണം. പക്ഷേ ഇതിൽ ഞാൻ വളരെ കുറച്ച് മാത്രമേ ചേർത്തിട്ടുള്ളൂ. ഗ്രൗണ്ട് ഓർക്കിഡ് നിങ്ങൾ കണ്ടില്ലേ, ഞാൻ അതാ മൈലാഞ്ചിയുടെ ചുവട്ടിൽ എൻ്റെ വിത്ത് കൊണ്ടിട്ട് കൊടുത്തു. മൈലാഞ്ചിക്കുള്ള പോട്ടിംഗ് മിക്സ് വന്ന് കുറച്ച് ടൈറ്റായിട്ടുള്ള സോയിലാണ്. അതൊരു ചെറിയൊരു മരം പോലെ വളരുന്ന ഒരു ചെടിയാണ്. അപ്പോൾ അതിൻ്റെ അത്രയും ടൈറ്റായിട്ടുള്ള സോയിലിലും കൂടെ ആ ഗ്രൗണ്ട് ഓർക്കിഡ് നന്നായിട്ട് വളർന്നു വന്നില്ലേ. അതുകൊണ്ട് ഇതിന് നിങ്ങൾ അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങളൊന്നും ചെയ്ത് ബുദ്ധിമുട്ടണ്ട. ഇതുപോലെ പോട്ടിംഗ് മിക്സ് തയ്യാറാക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ ഒരുപാട് ബഡ്സുകളുണ്ടാവും. അത് നന്നായിട്ട് വളരും, പൂക്കളും ഉണ്ടാവും. ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് എൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കണം. ഇതിൻ്റെ വേരുകൾ ഫുള്ളായിട്ട് ഇതിനെ വെക്കേണ്ട ആവശ്യമില്ല. അതിൻ്റെ വേരിനെ നന്നായിട്ട് ഒന്ന് താഴെ വെച്ച് ട്രിം ചെയ്തതിന് ശേഷം കിഴങ്ങോട് കൂടി വെക്കണം കേട്ടോ. അപ്പോൾ നന്നായിട്ട് അത് വളർന്നു വരും. അപ്പോൾ എല്ലാ കൂട്ടുകാരും ഈ രീതി ഒന്ന് പരീക്ഷിച്ചിട്ട് എനിക്ക് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. ഞാൻ വീണ്ടും പറയാണ്, നിങ്ങളുടെ ഓരോ കമൻറ്റും എനിക്ക് അത്രയും പ്രധാനപ്പെട്ടതാണ്. എനിക്ക് ഒരുപാട് ന്യൂ ഫ്രണ്ട്സ്, ഒരുപാട് പുതിയ ഫ്രണ്ട്സുകൾ വന്നിട്ടുണ്ട്. അവരുടെ എല്ലാവരുടെയും സപ്പോർട്ടിന് ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. അപ്പോൾ ചെറിയ ഓർക്കിഡിനെ ഞാൻ ഇതുപോലെ ചെറിയ ചട്ടിയിലേക്ക് മാറ്റി. ഏകദേശം രാത്രിയായിട്ടോ. അപ്പോൾ ഇതിലിങ്ങനെ ഉപയോഗിക്കുന്ന ഫെർട്ടിലൈസർ എന്നു ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. വീട്ടിലെ ഉണങ്ങിയ ഉള്ളിത്തോല്, അതുപോലെ തന്നെ വെജിറ്റബിൾ കഴുകിയ വെള്ളം, അതുപോലെ തേയില വെള്ളം, പഞ്ചസാര ഇടാതെ ഇതിലൊഴിച്ച് കൊടുക്കുക. നന്നായിട്ട് വളർന്നു വരും കേട്ടോ. അപ്പോൾ എല്ലാ കൂട്ടുകാരും റെയിൻബോ പ്ലാന്റ്സ് എന്ന ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവരും സപ്പോർട്ട് ചെയ്യണം, കമൻറ്റും ചെയ്യണം. അത്രയും വയ്യാതിരുന്നിട്ട് കൂടി ഞാൻ ചെയ്ത വീഡിയോ ആണ്. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് ചെയ്യാൻ പ്രതീക്ഷിക്കുന്നു. ഓക്കെ, താങ്ക് യു.